ഹലോ ഫ്രണ്ട്സ്, ആർ ജെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട മലായി ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ: 2 ഇടത്തരം സവോള, 6 വെളുത്തുള്ളി, 1 ഇടത്തരം ഇഞ്ചി, 2 പച്ചമുളക്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സവാള അരിഞ്ഞെടുക്കാം, അത് കുഴപ്പമില്ല. നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്കൊരു 4 കശുവണ്ടിയും ചേർത്ത് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഓയിൽ വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കശുവണ്ടിപ്പരിപ്പ്. നന്നായിട്ട് ഇതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളക്കണം, ഇതിൻ്റെ പച്ചമണം മാറണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പെരിഞ്ജീരകം ഇല്ല കേട്ടോ, നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കുന്ന ജീരകമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി നമ്മുടെ മിക്സിയിൽ അരച്ചായിരുന്നല്ലോ, ആ മിക്സി ഒന്ന് ജാറൊന്ന് കഴുകി വെള്ളം ഒഴിക്കാം. നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പശുവും പാലാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ചെറുതായിട്ട് തിള വരാൻ തുടങ്ങി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് തിളപ്പിക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എഗ് മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ ചെറിയ ചെറിയ റെസിപ്പിയുമായി ഞാൻ എല്ലാ ദിവസവും വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക്